ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. BA ഹിസ്റ്ററി കോഴ്സിലെ സെക്കൻഡ് സെമ്മിലെ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകം അല്ലേ, ആ ബുക്കിലെ മൊഡ്യൂൾ 3-ലെ അവസാന പോർഷൻസ് ആണ്, അതായത് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി മുതലുള്ള പോർഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രഫി എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. ചരിത്രം ശാസ്ത്രീയമായ രീതിയിൽ സിസ്റ്റമാറ്റിക്കായി എഴുതപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഹിസ്റ്റോറിയോഗ്രഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയാണ്. അപ്പോൾ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എങ്ങനെയാണ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ വളർച്ചയുടെ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ചത് എന്നതാണ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിലൂടെ നമ്മൾ കാണുന്നത്. The base for colonial history writing was laid in the 18th and 19th century in the tradition of the Western historiography. Indian history writing internationalized the contemporary popular Western theories and methods. Of those, there were two prominent thoughts and traditions which influenced history writing. They were liberal ideas of the age of reason and the ideas of romanticism. അപ്പോൾ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ടേമാണ് നോക്കുന്നത് അല്ലേ. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, കൊളോണിയൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് എപ്പോഴാണ്? 18-ാം നൂറ്റാണ്ടിന് മധ്യേ, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഈ വെസ്റ്റേൺ ഹിസ്റ്റോറിയോഗ്രഫി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് മാറുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ്റർനാഷണലൈസ്ഡ് ദ കണ്ടംപററി പോപ്പുലർ വെസ്റ്റേൺ തിയറീസ് ആൻഡ് മെത്തേഡ്. ഈ കണ്ടംപററി ആയിട്ടുള്ള, എന്താ കണ്ടംപററി എന്ന് പറയുന്നത്? സമകാലികമായിട്ടുള്ള പാശ്ചാത്യ സിദ്ധാന്തങ്ങളുടെയും രീതിശാസ്ത്രങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ചരിത്ര രചന ഇൻ്റർനാഷണലൈസ് ചെയ്തത്. ഓഫ് ദോസ് ദർ were two prominent thoughts and traditions which influenced history writing. രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ട്രഡീഷനാണ് ഹിസ്റ്ററി റൈറ്റിങ്ങിലെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ളത്. ഒന്നാമത്തേത് ലിബറൽ ഐഡിയാസ് ഓഫ് ഏജ് ഓഫ് റീസൺ ആൻഡ് ഐഡിയാസ് ഓഫ് റൊമാൻറ്റിസിസം. അപ്പോൾ ആദ്യമായിട്ട് ലിബറൽ ഐഡിയോളജി ഓഫ് ഏജ് ഓഫ് റീസൺ എന്താണെന്നാണ് നോക്കുന്നത്. These ideas are based on utilitarianism and found in the articles of British liberal history write-ups. They opined that modern political rule has to keep the interest of the majority and felt that history is a story of human society's progress and economic growth, and considered the medieval age as the period of the behind faith superstitions സപ്രസ്ഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം. അപ്പോൾ ലിബറൽ ഐഡിയോളജി ഓഫ് റീസൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീസ് ഐഡിയാസ് ആർ ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റേറിയനിസം. എന്താ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്? പ്രയോജനവാദം അല്ലേ. ആൻ എഫേർട്ട് പ്രൊവൈഡ് ടു ആൻസർ ടു ദ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വാട്ട് ഓട്ട് എ പേഴ്സൺ ടു ഡു എന്ന് പറയുന്നതാണ് എന്ത്? യൂട്ടിലിറ്റേറിയനിസം, പ്രയോജനവാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അതായത് ഇതിൻ്റെ പിതാവ്, ഇതിൻ്റെ ഫാദർ ജെർമി ബെന്താമാണ്. അതായത് നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ നല്ല സന്തോഷമുണ്ട്. അതാണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം ആൻഡ് ദ ഫൗണ്ട് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് ബ്രിട്ടീഷ് ലിബറൽ ഹിസ്റ്ററി റൈറ്റപ്സ്. ആർട്ടിക്കിൾസ് ഓഫ് ബ്രിട്ടീഷ് ലിബറൽ ഹിസ്റ്ററി റൈറ്റപ്സും യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസുമാണ് ഏറ്റവും കൂടുതൽ ഈ ലിബറൽ ഐഡിയോളജി ഓഫ് ഏജ് ഓഫ് റീസണിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ദേ ഒപ്പൈൻഡ് ദാറ്റ് ദ മോഡേൺ പൊളിറ്റിക്കൽ റൂൾ ഹാസ് ടു കീപ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെജോറിറ്റി. ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം അനുസരിച്ചാണ് മോഡേൺ പൊളിറ്റിക്കൽ റൂള് കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഹിസ്റ്ററി ഈസ് എ സ്റ്റോറി ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ് പ്രോഗ്രസ്. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തം പുരോഗതിയുടെ ഒരു എഴുതി വയ്ക്കലാണ്. ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കൺസിഡേർഡ് ദ മിഡീവൽ ഏജ് ആസ് ദ പീരീഡ് ഓഫ് ഫെയ്ത്ത്. മിഡീവൽ ഏജ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫെയ്ത്തിൻ്റെ കാലഘട്ടമാണ്, സൂപ്പർസ്റ്റിഷൻ്റെ കാലഘട്ടമാണ്. എന്താ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്? അന്ധവിശ്വാസം, അതിൻ്റെ കാലഘട്ടമാണ്. വിച്ച് സപ്രസ്ഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം. മധ്യകാലഘട്ടമായപ്പോഴേക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യത്തെ സപ്രസ് ചെയ്യുന്ന, അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. They thought that it was only the West with full of civilization and considered other societies as still utilized
They thought that it was only in the West with the full of civilization and considered other societies are still civilized. Such historians are called Whigs. They believed that it was the duty of Europe brings other human societies to the level of civilization. At the end of the 19th century, historian focused more on age of reason and considered even as science and began to use scientific and critical method to the study of history and the source of history. Another set of scholars of this group even proposed the history should reveal human history and the same should be used to carve future like science. These historians are called positivist historians. അപ്പോൾ നമ്മൾ കണ്ടു മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ കണ്ടു. ദേ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി ഇൻ ദ വെസ്റ്റ് വിത്ത് ഫുൾ സിവിലൈസേഷൻ ആൻഡ് കൺസിഡേർഡ് അതർ സൊസൈറ്റീസ് ആർ സ്റ്റിൽ അൺസിവിലൈസ്ഡ്. അതായത് വെസ്റ്റേൺ സിവിലൈസേഷൻ മാത്രമാണ് ഫുള്ളി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത്. പാശ്ചാത്യ സംസ്കാരം മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം സംസ്കാര ശൂന്യമാണ്, അൺസിവിലൈസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്റ്റോറിയൻസ് ഇങ്ങനെ വെസ്റ്റേൺ സിവിലൈസേഷനെ മഹത്വവൽക്കരിച്ചിരിക്കുന്ന ഹിസ്റ്റോറിയൻസിനെ വിളിച്ചിരുന്ന പേരാണ് വിഗ്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് വിഗ്സ് എന്ന് പറയുന്നത് a member or supporter of major British political group of the late 17th century through early 19th century seeking to limit the royal authority and increase parliamentary power. അതാണ് വിഗ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാർ എന്താണ് ആർഗ്യൂ ചെയ്തിരിക്കുന്നത്? അവർ പറയാണ് ഫുൾ ഓഫ് സിവിലൈസേഷൻ ആൻഡ് they considered West with full of civilization and considered other societies are still uncivilized. അങ്ങനെയുള്ള ചരിത്രകാരന്മാരെയാണ് നമ്മൾ വിഗ്സ് എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും 17, 18, 19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ഒരു പറ്റം എഴുത്തുകാരാണ്. റോയൽ അതോറിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പാർലമെൻ്ററി പവർ ഇൻക്രീസ് ചെയ്യാൻ ഇവരുടെ എഴുത്തുകളിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്? ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ യൂറോപ്പ് ബ്രിങ് അതർ ഹ്യൂമൻ സൊസൈറ്റീസ് ടു ദ ലെവൽ ഓഫ് സിവിലൈസേഷൻ. അതായത് യൂറോപ്യൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ ഡ്യൂട്ടിയാണ് മറ്റുള്ള സൊസൈറ്റികളെ എല്ലാം സിവിലൈസേഷന് വിധേയമാക്കുക എന്നുള്ളത്. യൂറോപ്യൻ സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റിയുടെ വരവോടുകൂടി മാത്രമേ മനുഷ്യ സമൂഹത്തിലെ മറ്റ് സൊസൈറ്റികളെല്ലാം എന്താവുകയുള്ളൂ? സിവിലൈസ്ഡ് ആവുകയുള്ളൂ എന്ന് പറയുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ 19th century, historian focused more on age of reason and considered even as science and began to use scientific and critical method to the study of history and the source of history. ഇനി 19-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരാകുമ്പോഴേക്കും അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ഓഫ് റീസൺ ആണ്. അതേപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള തോട്ടിന് പ്രാധാന്യം കൊടുക്കുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ചരിത്രത്തെ ക്രിട്ടിക്കൽ മെത്തേഡ്സിലൂടെ വിമർശനാത്മകമായ രീതിശാസ്ത്രങ്ങളിലൂടെ അവലോകനം ചെയ്യുകയും ചരിത്രത്തെ മാത്രമല്ല ചരിത്രം പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സുകൾ പറയുന്നത് എന്താണ്? ഉപദാനങ്ങൾ അല്ലേ? ഉപദാനങ്ങളെയും കൂടെ ക്രിട്ടിക്കൽ മെത്തേഡിന് വിധേയമാക്കുകയും ചെയ്യുന്നു. അനദർ സെറ്റ് ഓഫ് സ്കോളേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ പ്രൊപ്പോസ്ഡ് ദാറ്റ് ഹിസ്റ്ററി ഷുഡ് റിവീൽ ഹ്യൂമൻ ഹിസ്റ്ററി. ചരിത്രം എന്ന് പറയുന്നത് റിവീൽ ചെയ്യുന്നത് മനുഷ്യരുടെ ചരിത്രമാണ്. ആൻഡ് ദ സെയിം ഷുഡ് ബി യൂസ്ഡ് ടു കാർവ് ഫ്യൂച്ചർ ലൈക്ക് സയൻസ്. അതായത് ഈ ചരിത്രം കാർവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? കൊത്തുക അല്ലേ? കൊത്തിയിടുക. ഭൂതകാലത്തെക്കുറിച്ച് മാത്രമല്ല ഭാവിയെക്കുറിച്ചും ശാസ്ത്രശാഖകളൊക്കെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഭാവിയെക്കുറിച്ചാണ്. അപ്പോൾ അതേപോലെ തന്നെ ചരിത്രവും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഭാവിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ
കാര്യങ്ങൾക്കും കൂടെ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണ്, കഴിഞ്ഞ കാലത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പ്രസൻറ്റിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ന്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും, ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഭാവിയിലും ഇതുപോലെ തന്നെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് വരും കാലത്തെ നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരും. നല്ലതാണെങ്കിൽ നമ്മൾ അത് ഏറ്റവും മുന്നോട്ട് പോകും. അതേസമയം മോശമായ അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിന് നൽകുന്നത് എങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ചിന്തകളായിരിക്കും നമ്മൾ പ്രസൻറ്റ് സ്റ്റേജിൽ നമ്മളെ മൈൻഡിൽ കരുപിടിപ്പിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീസ് ഹിസ്റ്റോറിയൻസ് ആർ കോൾഡ് പോസിറ്റിവിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. പോസിറ്റിവിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്ന പേരിലും കൂടെ ഇവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലിബറൽ ഐഡിയോളജി ഓഫ് ഏജ് ഓഫ് റീസണിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ. അതായത് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ്, അതേപോലെ ബ്രിട്ടീഷ് ലിബറൽ ഹിസ്റ്റോറിയൻസിൻ്റെ ഐഡിയോളജി, അതൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ ഹ്യൂമൻ സൊസൈറ്റിയുടെ പ്രോഗ്രസ് എക്കണോമിക് ഗ്രോത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വിഗ്സ് എന്ന് പറയുന്ന ഒരു പറ്റം ചരിത്രകാരന്മാരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് കണ്ടത്? അനദർ സെറ്റ് ഓഫ് സ്കോളേഴ്സ് അവർ പറയുന്നത് ഹിസ്റ്ററി, they proposed that history should reveal human history and the same should be used to carve future like science എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാരെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുക? പോസിറ്റിവിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഐഡിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. Romantic ideology. Romanticism of the 19th century was a reaction to modernism of Europe and the age of reason. Truth is not limited to thought and considered the importance of human feelings. They believe in the mysteries of nature and supernatural elements. They did not consider medieval period as a dark age, but on the contrary accused that the growing industrialization and material comforts were paralleling human culture. അപ്പോൾ റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുകയാണ്. അപ്പോൾ റൊമാൻറ്റിസിസം എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും ഇമോഷൻസിനൊക്കെയാണ് അല്ലേ പ്രാധാന്യം കൊടുക്കുക. ഇമോഷൻസ് ആൻഡ് ഇൻഡിവിജ്വലിസം, ഐഡിയലിസം ഓഫ് നേച്ചർ, അതേപോലെ തന്നെ സസ്പീഷൻ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതേപോലെ ഗ്ലോബലൈസേഷൻ ഓഫ് ദ പാസ്റ്റ്, അതൊക്കെയാണ് റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജിയിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജി വന്നിട്ടുള്ളത് 19ാം നൂറ്റാണ്ടോടു കൂടിയാണ്. ദ റിയാക്ഷൻ ടു ദ മോഡേണിസം ഓഫ് യൂറോപ്പ്, യൂറോപ്പിലുണ്ടായ ആധുനികവൽക്കരണമാണ് റൊമാൻറ്റിസിസത്തിൻ്റെയും വളർച്ചയ്ക്ക് കാരണമായത്. ആൻഡ് ദ ഏജ് ഓഫ് റീസൺ. ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത് എന്താണ്? എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടമാണ്, പ്രബുദ്ധതയുടെ കാലഘട്ടം, നവോത്ഥാനത്തിൻ്റെയൊക്കെ വരവിന് ശേഷമുള്ള എൻലൈറ്റ്മെൻറ്റ്, കുറേ ചിന്തകന്മാരുടെ നവീനമായിട്ടുള്ള ആശയങ്ങളുടെ ഒക്കെ ഒരു കാലഘട്ടമാണ് ഏജ് ഓഫ് റീസൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു ഏജ് ഓഫ് റീസൺ, മോഡേണിസം, ഇതൊക്കെയാണ് എന്തിൻ്റെ വരവിന് സഹായകരമായത്? റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജിയുടെ വരവിന് കാരണമായത്. എന്താണ് റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജി എന്ന് ചോദിച്ചാൽ ഇമോഷൻസ് ആൻഡ് ഇൻഡിവിജ്വലിസം, ഐഡിയലിസം ഓഫ് നേച്ചർ, സസ്പീഷൻ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതേപോലെ തന്നെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് പാസ്റ്റ്, ഇതൊക്കെയാണ് റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജിയിൽ വരുന്നത്. ട്രൂത്ത് ഈസ് നോട്ട് ലിമിറ്റഡ് ടു തോട്ട്. അതായത് അവരുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു തോട്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ചിന്താഗതികൾ അല്ലേ. ആൻഡ് കൺസിഡേർഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഫീലിങ്സ്. റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജിസ്റ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ ഹ്യൂമൻ ഫീലിങ്സ്. ഫീലിങ്സിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ദേ ബിലീവ്ഡ് ഇൻ ദ മിസ്റ്ററീസ് ഓഫ് നേച്ചർ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്. ഈ പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ള നിഗൂഢതകളെക്കുറിച്ച്, എങ്ങനെയാണ് ജീവിതം ഉണ്ടായിട്ടുള്ളത്, ജീവൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ജീവിതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള മിസ്റ്ററീസ് ഓഫ് നേച്ചർ അതിൽ അവർ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതീന്ദ്രിയമായ ശക്തികൾ അല്ലേ, ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ദൈവം, അതും ആ കൂട്ടത്തിൽ പെടുത്താം. അപ്പോൾ അതീന്ദ്രിയമായിട്ടുള്ള ഘടകങ്ങൾ, സൂപ്പർ നാച്ചുറൽ എലമെൻസിനെ കുറിച്ചൊക്കെയാണ് റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ദേ ഡിഡ് നോട്ട് കൺസിഡർ മിഡീവൽ പീരീഡ് ആസ് ദ ഡാർക്ക് ഏജ്.
മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അന്ധകാര യുഗം ആണ് എന്ന് അവർ ഒരിക്കലും പറയുന്നില്ല. ബട്ട് ദ കോൺട്രറി അക്യൂസ്ഡ് ചെയ്യുക മീൻസ് എന്താണ്, കുറ്റപ്പെടുത്തുക അല്ലേ. ഒരു കോൺട്രറി ഇവിടെ അക്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ദ ഗ്രോവിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മെറ്റീരിയൽ കംഫർട്ട് വർ ബാരലിംഗ് ഹ്യൂമൻ കൾച്ചർ. അതായത് വളർന്നു വരുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ, അതേപോലെ മെറ്റീരിയൽ കംഫർട്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാവും, ഒരുപാട് പുരോഗതി ഉണ്ടാവും. അവരുടെ കയ്യിൽ ജോലി ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള ശമ്പളം അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ശമ്പളം കിട്ടുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിത നിലവാരത്തിൽ ഉയർച്ചയും ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ഹ്യൂമൻ കൾച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. They gave yearning call of back to nature and looked at ancient culture with a ray of hope. Some of the historians of the Romanticist tradition played an important role in building history of India. In 1784, Warren Hastings established the Royal Asiatic Society. The main purpose of the society was to have clear and understanding about social practices, law, religion, and way of life of the ruled ones by the ruling ones. Asiatic Society became the platform to study and analyze history, science, art, literature, and culture of Asian countries. അപ്പോൾ ഈ റൊമാൻറ്റിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഏണിങ് മീൻസ് എന്താണ്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കരുണ കാണിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, കോൾ ഓഫ് ടു ബാക്ക് ടു നേച്ചർ, നമ്മൾ പ്രകൃതിയിലേക്ക് തിരിഞ്ഞ് നടക്കുക. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ആൻഷ്യൻ്റ് കൾച്ചർ, പ്രാചീനമായ സംസ്കാരങ്ങളെ നമ്മൾ നോക്കി വിലയിരുത്തുക. ആൻഡ് ദ റേ ഓഫ് ഹോപ്പ്, എന്നിട്ടോ നമ്മൾ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളെ നമ്മൾ വരവേൽക്കുക. ഇതൊക്കെയാണ് ഈ റൊമാൻറ്റിസിസ്റ്റ് ഐഡിയോളജിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോറിയൻസിലെ ഈ സം ഓഫ് ദ റൊമാൻറ്റിസിസ്റ്റ് historians of the romantic tradition played an important role in the building of India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചരിത്രം നിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായകരമായത് ഈ റൊമാൻറ്റിക് ട്രഡീഷൻ ആയിട്ടുള്ള ഈ ഐഡിയോളജീസ് ആണ്. 1784 വാറൻ ഹേസ്റ്റിംഗ് ഇവിടെ എന്ത് സ്ഥാപിച്ചു, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചു. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, ഈ സൊസൈറ്റിയുടെ ദ മെയിൻ പർപ്പസ് ഓഫ് ദി സൊസൈറ്റി was to have clear and understanding about social practices. അതായത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്, നിയമം എന്താണ്, ഇവിടുത്തെ മതം എന്താണ്, ഇവിടുത്തെ ജീവിത നിലവാരം എങ്ങനെയുള്ളതാണ്, ഇവിടുത്തെ റൂളിംഗ് ക്ലാസ് എങ്ങനെയുള്ളതാണ്, ഇവിടുത്തെ ഭരിക്കപ്പെടുന്നവർ എങ്ങനെയുള്ളതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വാറൻ ഹേസ്റ്റിംഗ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപനത്തോടുകൂടി ഇവിടുത്തെ ചിന്താഗതികളിലും വളരെയധികം മാറ്റങ്ങൾ വരികയുണ്ടായി എന്നാണ് പറയുന്നത്. Asiatic Society became the platform to study and analyze history, science, art, literature, and the culture of Asian countries. They believed that India as the cradle for sublime thoughts of human civilization. They introduced religion, science, and literature of India to the Western world. The people of Britain who were dissatisfied with the utilitarianism found new treasure in Indian literature. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപനത്തോടു കൂടി അവർ ചരിത്രത്തെ അനലൈസ് ചെയ്യാൻ തുടങ്ങി, സയൻസിനെ അനലൈസ് ചെയ്തു, ഇവിടുത്തെ ആർട്സിനെ, കലാരൂപങ്ങളെ അനലൈസ് ചെയ്തു, സാഹിത്യത്തെ അനലൈസ് ചെയ്തു, ഇവിടുത്തെ സംസ്കാരത്തെയും അനലൈസ് ചെയ്തു. അപ്പോൾ ഈ വിദേശീയർ വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ റൊമാൻറ്റിസിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ ആസ് ദ ക്രാഡിൽ ഫോർ സബ്ലിം. ക്രാഡിൽ മീൻസ് എന്താണ്, കളിത്തൊട്ടില്ലേ, എന്തിൻ്റെ, സബ്ലിം. സബ്ലിം മീൻസ് എന്താണ്, ഉദാത്തമായ ചിന്താഗതികളുടെ, മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഉദാത്തമായ ചിന്താഗതികളുടെ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇവിടുത്തെ മഹത്തായ ഭാഷയിൽ വിരചിതമായിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട്. ആ കൃതികളൊക്കെ ലോകത്തിന് മുന്നാകെ കൊണ്ടുവരാൻ ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെയൊക്കെ ഒരു സ്ഥാപനത്തോടു കൂടി ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇന്ത്യ എന്താണ്, ഇന്ത്യയിലുള്ള ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് റിലീജിയൻ, സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ടു ദ വെസ്റ്റേൺ വേൾഡ്. അതായത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് റിലീജിയൻ, സയൻസ്, ലിറ്ററേച്ചർ, മതം, സയൻസ്, അതേപോലെ തന്നെ സാഹിത്യം, അതൊക്കെ ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ വെസ്റ്റേൺ ലോകത്തിന് മുന്നാകെ തുറന്നു കാണിക്കാൻ സാധ്യമായി. അതേപോലെ ദി പീപ്പിൾ ഓഫ് ബ്രിട്ടൻ who were dissatisfied with the utilitarianism found a new treasure in Indian literature. അതായത് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് കൊണ്ട് മാത്രം ബ്രിട്ടൻ സാറ്റിസ്ഫൈ ആയിരുന്നില്ല. ബ്രിട്ടൻ who were dissatisfied with utilitarianism found a new treasure in Indian literature. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് ഇനിയും ഒരുപാട് നിധി കുംഭങ്ങൾ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും കണ്ടെത്താൻ ഇനിയും ശ്രമിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ബ്രിട്ടന് ഉണ്ടായിരുന്നത്.